SI system unit മാത്രം ചെക്ക് ചെയ്യാം. വെലോസിറ്റി എവിടെയാ? Then ball is അതാണ് അറിയേണ്ടത്. വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. വേവ് ലെങ്ത് ഇത് തന്നെ എത്രയാ? 6.626 into 10 power minus 30. V ഇതും വെട്ടിപ്പോയി. ഓക്കെ, ഇത് മീറ്ററിലാണ് വേവ് ലെങ്ത് തന്നിരിക്കണേ. ഇത് ജൂൾ സെക്കൻഡ്. എത്രയാ ഓപ്ഷൻ? എത്ര? എന്തായാലും ഇതിൽ 10 തന്നെ വരുള്ളൂ. റൈറ്റ് ആണ്, വേറെ ഒന്നും ചെയ്യാൻ രക്ഷയില്ല. പക്ഷെ യൂണിറ്റ്സ് ഒക്കെ ഇത് വെച്ചിട്ട് എനിക്ക് അത് അല്ല, യൂണിറ്റ് വൈസ് നിങ്ങൾക്ക് എന്താ ആൻസർ തന്നെ, വേറൊരു രക്ഷയില്ല. അറിയണില്ല. പോയിന്റ് 1 ഇത് SI സിസ്റ്റം, അത് SI സിസ്റ്റം അല്ല, ഇതൊക്കെ SI അല്ല. റൈറ്റ്, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് അത് SI ആയിരിക്കണം അപ്പൊ അങ്ങനെയാണെങ്കിൽ. പക്ഷെ 6.626 എങ്ങനെ 10 ആയി മാറി എനിക്ക് അറിയില്ല. പക്ഷെ ആൻസർ 10 തന്നെ കൊടുക്കാൻ പറ്റില്ല, കാരണം 1 എന്ന് പറയുമ്പോ നോക്കി പക്ഷെ ആൻസർ തന്നെ കിട്ടാൻ ചാൻസ് ഉള്ളു. റൈറ്റ്, വേറെ ഒന്നും കാണാനില്ല. 10 കൊടുക്കാൻ തൽക്കാലം, വേറെ രക്ഷയില്ല. ഞാൻ ഒന്നുകൂടി നോക്കുകയാണിത്. -34 ഇവിടെയും -34 ഇങ്ങനത്തെ ചിലപ്പോ അങ്ങനെ വലാക്കടിയാണോ? എല്ലാം SI സിസ്റ്റം ആണ് അല്ലെ? ഇനി kgനെ ഗ്രാം ആക്കിയിട്ട് എന്താ കാര്യം? അത് CGSI മാറില്ല. തൽക്കാലം ഇത് കൊടുക്കുക, വേറെ രക്ഷയില്ല. നെക്സ്റ്റ് എവിടെയാ അടുത്തത്? നമ്മുടെ ഡെൻസിറ്റി ഓഫ് ഒക്കെ വന്നിട്ടുണ്ട് വെള്ളത്തിന്റെ. അത് എളുപ്പമല്ല ക്വസ്റ്റ്യൻ ആണ്. എന്താ കിട്ടാണ്ടിരുന്ന? ഇപ്പൊ ചെയ്യാതെ കിട്ടിയെന്നാ പറഞ്ഞു. കിട്ടാത്ത സാവിയോ കിട്ടിയോ? എല്ലാവർക്കും കിട്ടി. പക്ഷെ ജസ്വിന് അറിയില്ല. ഡെൻസിറ്റി ഓഫ് വാട്ടർ 36 ml, 36 gram അല്ലേ? 36 ml, 36 gram. So number of moles of water 36 by 18, 2 moles. H2O 1 into 2 plus 8, 10 electrons in one molecule. One mole of H2O, how many moles? Electrons എത്ര? 10 moles electrons. 2 mole H2O, 20 mole electrons, right? 1 H2 has 10 electrons. 20 mole means 20 into 6.02 into 10 power 23. So എത്ര കിട്ടി? 12.04 something into 10 power 20. Density is given. ചിലപ്പോ തരില്ല, അറിയാലോ വെള്ളത്തിന്റെ 1 gram per cc. അടുത്തത് മാക്സിമം എമൗണ്ട് ഓഫ് NO2 ഫോം. അത് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ കിട്ടും. അത് ലിമിറ്റ് എക്സസ് വേണ്ട, ആവശ്യമില്ല. ഇവിടെ വേറൊരു KClO3 ഉണ്ടായിരുന്നു, അതല്ലേ വരണ്ടേ? ഈറ്റിങ്ങൾ എന്തുട്ടാണോ എനിക്ക് അത്. പക്ഷെ ഇവര് 4 സംതിങ് എന്തോ കൊടുക്കും. അല്ല, അത് നോക്കട്ടെ, അവരുടെ ഇന്നത്തെ ഇതിൽ അറിയാൻ ചിലപ്പോ. അത് തെറ്റ് പോലെയാണ് കാണുന്നത്. കാരണം ഇത് ഞാനിങ്ങനെ ഉണഴിച്ചോണ്ടിരിക്കുമ്പോ ഇങ്ങനെയാണ് കല്ലിട്ട് എനിക്ക് ഇതാ കിട്ടിയ. എന്ന് നോക്കുമ്പോ ഇവരിങ്ങനെയും കൊടുത്തിരുന്നു. അതെങ്ങനെയാ? KCl, ഹലോ, potassium chloride decomposes to give KCl plus O2. Hello, what something is given. Yield of both reactions is 100%. Complete conversion. ഇപ്പൊ yield 50% ആണെങ്കിൽ എത്ര മാക്സിമം എടുക്കണം? അപ്പൊ 100/50 അങ്ങനെയൊക്കെ വരാം. ഇതൊന്നുമല്ല, കംപ്ലീറ്റ് കൺവേർഷൻ സാധാരണ രീതിയിൽ ചെയ്യും. Then SO2 gives
SO2 plus half O2. SO2 plus half O2 gives SO3. According to stoichiometry, 1 mole of KClO3, 3/2 moles of O2, right? And here half mole of O2 gives etra mole of SO3, 1 mole of SO3. Angana reaction ponu. They are saying if field of both reactions, 67.2 liter of SO3 is formed. How many liters? 67.2 liters of SO3. So given volume, so 3 moles. So 3 moles are formed. Right? So see here. If this is 1 mole, how much oxygen is required? Half mole. So if this is 3 mole, how much oxygen is required? 3/2 mole. If oxygen is 3/2 mole, then how much KClO3 required? 1 mole. So 122.5 gram. But I will 4. So option 1 you people also see. If suppose they were giving yield of reaction in first reaction something 50%, 60%, then you have to take more moles. In order to get 3/2 moles, 1 mole yield 50. Double 100/50 into 100/50. Just opposite. Because more you take, then only you get this much. 3/2 if completely it is formed. But if completely no reaction, then more amount of impure sample you have to take. Appadana poetry 3/2 kittulla. Parayillaro. Protein powder maximum adinu kittundu. Itra kalicha itra kitti. പക്ഷെ സാധാരണ കുറെ ഈ ചോറും ഇങ്ങനത്തെ മാത്രമാണെങ്കിൽ നമുക്ക് അത്രയും കിട്ടണമെങ്കിലോ കുറെ കഴിക്കണം ചിലപ്പോ. ഇത്രയിൽ കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. കാരണം ആയിക്കൂടി 100 ഇത്ര ഗ്രാം പ്രോട്ടീൻ ഉള്ളു, 11-10 ഗ്രാം. അപ്പൊ നമ്മൾ കൂടുതൽ കഴിക്കണം, ക്വാണ്ടിറ്റി കൂട്ടണം. അപ്പൊ കുറെയൊക്കെ കിട്ടുമ്പോ മണ്ണ് വന്നു മറ്റാവുമ്പോ അതുണ്ട്. അപ്പൊ അതേപോലെ കൂടുതൽ ഇംപ്യൂർ സാമ്പിൾ ആയിരുന്നെങ്കിൽ കൂടുതൽ എടുക്കണം. Then in that case 50% ആണ് yield into 100/50 ചെയ്യണം. അപ്പോഴാണ് you will get double amount you have to take or something like that. ഇപ്പൊ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ yield is 100%. അപ്പൊ എനിക്ക് 1 ആയിട്ട് തന്നെയാണ് കിട്ടണത്. You people also got the same thing. ഇവർക്ക് എനിക്കറിയില്ല ഒരു ഓപ്ഷൻ 4 എന്തായാലും. ബട്ട് അവർ അതിന് എന്തൊക്കെയോ തട്ടികൂട്ടിയുണ്ട്, എനിക്കറിയില്ല. But I am getting like this. I don't know why. കാരണം നമ്മൾ സാധാരണ അതൊക്കെ ബോധം പോകും. അപ്പൊ നോക്ക് 3 moles ഇത് തന്നെയല്ലേ. 1 mole is formed from half mole. So 3 mole formed from 3/2. 3/2 is formed from 1 mole. അങ്ങനെയാണല്ലോ സ്റ്റോയിക്കിയോമെട്രി അപ്ലൈ ചെയ്യുക. അല്ലാണ്ട് ഇവിടെ കണ്ടതിന് വെച്ച് അവിടെ ഇൻടു മൾട്ടിപ്ലൈ ഒക്കെ ചെയ്തില്ല. So I am getting like this. Let's see. ഇനി വല്ല എറർ ഉണ്ടെങ്കിൽ വരുമായിരിക്കും, നോക്കാം. ആരെങ്കിലും ഒക്കെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഓക്കെ. എറർ ഉണ്ടെങ്കിൽ yes. ഞാൻ ആലോചിക്കുന്ന കെമിസ്ട്രി മോൾ കോൺസെപ്റ്റിൽ ഇങ്ങനെ ഈ പാമ്പിന്റെ കേസ് ഇവിടെ വന്നത് a sample of KCl ഇവിടെ 60% purity, right? Means 100 gram of sample is only having 60 gram KClO3. അതനുസരിച്ച് അപ്പൊ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. അല്ലാണ്ട് ഫുൾ 100 ഗ്രാമിന് 100 ഗ്രാം ഓക്സിജൻ മാക്സിമം ഓക്സിജൻ ഒന്നും കിട്ടില്ല. So sample of KClO3 gives KCl plus O2. ഇതൊക്കെ എഴുതി വെച്ചു. Produces എത്ര ഓക്സിജൻ? 8.96 liter. അപ്പൊ എത്ര മോൾസ് ഓഫ് ഓക്സിജൻ? 4. കറക്റ്റ്. ഇതൊക്കെ നമ്പർ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഓർമ്മയില് 22 into 4 ചെയ്താൽ മതി. ആദ്യത്തെ 2 digits. അപ്പൊ ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കലി. അപ്പൊ 88 അപ്പൊ അതിന്റെ അടുത്തായി. ശരി. പിന്നെ പോയിന്റ് ഒരു ഡെസിമൽ. സോ 0.4 moles, right? See,
1 mole gives how many moles? 3 by 2 moles. 1 mole is giving you how many moles? 3 by 2 moles. Or 3 by 2 is formed from 1 mole. So 1 mole of O2 is formed from 2 by 3 moles of KClO3. Shirela? 1 mole gives 3 by 2. So 1 mole is formed from cross 1 by 3 by 2 means 2 by 3 moles. Therefore, 0.4 is formed from how much KClO3? 2 by 3 into 0.4. So 0.8 by 3. So these are the moles of KClO3. But here yield is how much? Purity is how much? 60%. Right? So they are asking us initial mass of impure sample. KClO3 reacting is this much only. But our sample is having KClO3 and something which doesn't give oxygen, impurity. So to get this much moles of KClO3, you have to take more amount of sample, right? So this means how much mass? Therefore, mass of KClO3 0.8 by 3 into molar mass, which is 122.5. That's nothing kandalo question. They would 122.5. 122.5. So this many grams. But is this our answer? No, they have asked us what is the mass of sample, not how much KClO3 reacted. So therefore, mass of sample, you have to take more sample, right? Itra mass pora. So 0.8 by 3 into 122.5 into 60% purity. So how much I have to write? 100 by 60. Right? This much you have to take. If you do 60 by 100, then your sample mass will again decrease. 60 by 100, less value will come. Okay. ഇനി ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്ക് 3 4 എത്ര കിട്ടുന്നുണ്ട് 50 something 54.4 നോക്കാം ആയിരിക്കണം അതന്നെ കറക്റ്റ് സോ 54.4 ഇന്നലത്തെ ചെയ്ത് ഓർമ്മയില്ല ഓക്കെ ഇത് തന്നെയാണോ ചെയ്ത് പിന്നെ തന്നെ കിട്ടും ഓക്കെ അല്ലെങ്കിൽ പിന്നെ ഇവിടെ മറ്റേത് 2 3 റഫ് വർക്ക് പിന്നെ അവിടെ എത്ര 0.8 3 പിന്നെ റഫ്ലി ഇവിടെ 122.5 40 41 സംതിങ് പിന്നെ 4 by 200 1603 അപ്പൊ 3 5ന്റെ ടേബിൾസ് ഇല്ല 5 അങ്ങനെ പോകും ഓക്കെ സോ റഫ്ലി ഓൾസോ വി ആർ അപ്രോക്സ് വർക്ക് other values are some are too large and some are too less also. Okay, fine. So this is 100 by 60. Some students percentage ആണുമ്പോൾ തന്നെ 60 by 100 പോയി അപ്പോൾ ഉള്ള മാസം KClO3 കുറച്ച് മാസം അതെങ്ങനെയാ വരണേ KClO3 plus impurity becomes the sample. ആ മാസം കൂടുതൽ തന്നെ ആയിരിക്കണം അല്ലേ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ബട്ട് സ്റ്റിൽ മോളാരിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് ചെയ്യണം ഇവിടെ The molarity of a solution obtained by mixing. ഇവിടെ എന്താണ് molarity of mixture? What is the formula we told? M1V1 plus M2V2. M1V1 means number of moles. So first sample has M1V1 moles. Second sample M2V2. Again, I am repeating this for those who are not remembering concept. Otherwise, they will simply memorize the formula and they forget also. So that should not happen. So M1V1 means number of moles. So N1 plus N2 by V1 plus V2. Total number of, total volume of solution. ചില സമയത്ത് ഉണ്ട് വെള്ളം ആഡ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വരും അപ്പൊ V1 plus V2 ആണോ V1 plus V2 plus whatever water added or what is the final volume that you have to write. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം ഇവിടെ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ നേരിട്ട് ചെയ്യാം. So M1 V1 750 into 0.5 എത്രയാ 375 plus 250 into 250 into 500 by ഇത് 1 liter. So എത്ര കിട്ടി
375, 500. Peda by 1000. So 0.87. Okay. Tallipuli question, law of conservation of mass. It is for chemical reactions. Nuclear reactions the problem is equal to mc square. Okay, periodic table or a question. Chalurki though either Ariam, Chalurka, Ariata, Valor, Mardo, Kendo. Eka aluminium. Eka boron. Eka boron is Allah. Eka aluminium gallium ആണ് correct ആണ്. Eka aluminium gallium. Eka silicon germanium. Eka boron scandium ആയിരുന്നു. നമ്മൾ വിചാരിക്കുന്നത് വേറെ എവിടെ പോയിട്ടാണ്. അതെന്താ വെച്ചാൽ പഴയ ടേബിളിൽ അറേഞ്ച് ചെയ്യുമ്പോൾ വന്നൊരു പ്രശ്നം. So Eka aluminium gallium, Eka silicon germanium. എന്ത് ഒന്നാണെങ്കിലും ശരി ഫോൺ ബൈ ഗ്രൂപ്പ് 13ലാണ് കിടക്കുന്നത്. ഏതിലാണ്? ഗ്രൂപ്പ് 13. അതിന്റെ വാലൻസി എന്താ? ഗ്രൂപ്പ് 13 എന്ന് പറയുമ്പോൾ M+3 അല്ലെങ്കിൽ ഈ ഇവിടെ ഈ ആണ് കൊടുത്തത്. എന്നാ ഈ കൊടുത്തു E+3. ഓക്കെ, E+3 ടൈപ്പ് ക്ലോറിൻ മൈനസ് ECl3. Story. Okay. Okay. എനിക്ക് പിന്നെ അതില്ല. Okay. Next. Electron gain enthalpy അതേ ക്വസ്റ്റ്യൻ വന്നു. ഫ്ലോറിൻ ക്ലോറിൻ അറേഞ്ച് ചെയ്യാം. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ, കണ്ണിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. I can detect. Okay. I can detect a signal color of 900 nanometer. Ade nano 900 എന്ന് വെച്ചാൽ 400 to 800 visible. അത് കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് റീജിയൻ അടുത്ത് എന്ന് വിചാരിക്കണം. അതിന്റെ ഒക്കെ അടുത്തായിട്ട് ഈ ഇത്രയാണെങ്കിൽ എനിക്കറിയില്ല ഇത് ഡിറ്റക്ട് ചെയ്യോ ചെയ്യില്ല. പക്ഷെ എന്തായാലും ഇവിടെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ 400 800 ചിലപ്പോൾ അടുത്തുള്ളതായതുകൊണ്ടായിരിക്കാം. എന്തായാലും അത് എന്തെങ്കിലും ആവട്ടെ. വേവ് ലെങ്ത് ഉണ്ട് എത്ര? 900 നാനോമീറ്റർ. റൈറ്റ്. Total energy of such photons is 5.5 into 10 power minus 13 joule. E equal to NH nu or C by lambda. ഒരു ഫോട്ടോണിന്റെ എനർജി h nu. അപ്പൊ എത്ര ഫോട്ടോൺസിന് എത്ര എനർജി കിട്ടും? 5.5. എന്തോ പറഞ്ഞു. മോഡേൺ ഫിസിക്സ് പഠിച്ചു. ഫസ്റ്റ് ഇയർ ഇത് പഠിച്ചു. അതൊരു വാല്യൂ ഉണ്ട്. ഫസ്റ്റ് ഇയറിൽ പഠിച്ചു. പലരും പഠിപ്പിച്ചു. സെക്കൻഡ് ഇയറിൽ ജയശ്രീനെ അടക്കം പഠിപ്പിച്ചു. അതെ, നമ്മൾ പലപ്പോഴും ഇങ്ങനെ വെറുതെ ഇങ്ങനെ റേഡിയേഷൻ വന്ന് വീഴുമ്പോഴും ഹോമോലിറ്റിക് ഫിഷൻ ഓർഗാനിക്കിൽ പോലും h nu എന്നാണ് എഴുതാറ്. ഫോട്ടോൺ വന്നു എന്നൊരു സിമ്പിളിൽ പോലും h nu എന്നാ കാണിക്കുക. എന്നിട്ട് ഓക്കെ,
Energy is proportional to frequency. This markilla. Frequency is the number of waves passing through a point in 1 second. നോക്ക്. അപ്പോൾ ഒരു പോയിന്റിൽ കൂടെ maximum waves are passing, right? More in 1 second more. കൂടുതൽ ഇടി നടന്നാൽ കൂടുതൽ അവിടെ എനർജി. More waves passing, more frequency, more energy. ഒരു വേവിന് എനർജി ഉണ്ടല്ലോ, റൈറ്റ്? ഇപ്പൊ എനിക്ക് ഇവിടെ ദിവസത്തില് വിചാരിക്കും നവനീത് വെറും 1000 രൂപ കിട്ടണുള്ളൂ എന്ന് വിചാരിക്കും, റൈറ്റ്? പക്ഷെ ഇതേ സമയത്ത് എനിക്ക് ഒരു ദിവസത്തിൽ ഇത്ര ടൈം ഡ്യൂറേഷനില് 1000 മൾട്ടിപ്പിൾസ് ഓഫ് 1000 ഇങ്ങനെ വന്നുകൊണ്ട് ഐ വിൽ ബിക്കം വെരി ഫാസ്റ്റ് റിച്ച്, റൈറ്റ്? പിന്നെ എന്നെ കാണാൻ കിട്ടില്ല. ഓക്കെ, സോ ഐ വിൽ ബിക്കം വെരി ഫാസ്റ്റ് റിച്ച്. എന്റെ എനർജി ഒക്കെ വേറെ ലെവലായിരിക്കും പിന്നെ. ഓക്കെ, യെസ്. അപ്പൊ അതേപോലെ ഇവിടെ മോർ നമ്പർ ഓഫ് വേവ്സ് ഒരു സെക്കൻഡില്, മറ്റേത് ഒരു വേവ്, അതിന് പകരം കുറെ വേവ്സ് ഒരു സെക്കൻഡിൽ വരും. അപ്പൊ എനർജി കൂടും. വെരി സിമ്പിൾ ലോജിക്, ദാറ്റ്സ് ഓൾ. വെരി സിമ്പിൾ ലോജിക്. എന്താ ടീ അടിയുടെ സംഭവം? ഓക്കെ, അപ്പൊ ന്യൂനെ ഡിപ്പെൻഡ് ചെയ്യണം. ഇനി there is a relation C is equal to nu lambda. അതും ഇവന് ഫിസിക്സ് വെച്ച് പഠിക്കാം, അറിയാം. Why? Because frequency is reciprocal of time period. അപ്പൊ lambda by t, distance by time is velocity. അതുകൊണ്ടാണ്. Okay, so don't forget all these things. Okay, പിന്നെ ഒരു ഫോട്ടോന്റെ എനർജി ആയിരുന്നു വെച്ചു, അപ്പൊ കൊറെണ്ണം വന്നു. ശരി, എന്നാല് ഇനി മറക്കല്ലോ, പ്രൊപ്പോർഷണാലിറ്റി സൈൻ എച്ച്. ലാംഡ എത്രയാ? 900 into Savio പറയൂ. 10 power മീറ്റർ. ഇനി ഞാൻ കണ്ടെത്തും. ഇത് 11ന്റെ മൾട്ടിപ്പിൾസില് ഇത് ഇങ്ങോട്ട് പോയി, ഇതൊക്കെ പോയി. 11 5 11 6, റൈറ്റ്? ഇവിടെ 5, ഇവിടെ എന്ത് 6. ഇനി ബാക്കിയുള്ളത് സോൾവ്. അത് കട്ട് ചെയ്തോ, ഞാൻ എന്തായാലും ഇവിടെ എഴുതാം. ഓക്കെ, 900 into 10 power minus 9 into 10 power minus ഒരുമിച്ച് ചെയ്തല്ല. പിന്നെ ഇവിടെ 10 power minus 26, 6 into 5 ഉണ്ട്, അത് എഴുതും. 6 into 3 into 10 power minus 26. ഇനി ചെയ്തോ. 18 അവിടെ 5 25. അപ്പൊ ഈ ആൻസർ ആയിരിക്കും 2.5, റൈറ്റ്? ഇത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എത്രയാണ്? ഇത് 18 ഇവിടെ 900. അപ്പൊ 50 into 250, മറ്റോടത്ത് -22 -26 4, ഒരു 2 കൂടിയും കിട്ടി. അപ്പൊ 2.5 into 10 power 6, കറക്റ്റ്. മറ്റേ 10 power 4 ഇവിടെ 250, അപ്പൊ 2.5 into 10 power 2, 10 power 4 10 power 2, 10 power 6. കഴിഞ്ഞു, റൈറ്റ്? പിന്നെ 39 പറയേണ്ട ആവശ്യമില്ല. വി ഡിസ്കസ് ഇൻ ദ ക്ലാസ്. 38 ഡിസ്കസ് ചെയ്താണ് അന്ന് റിവിഷൻ ടൈം. ഐ മീൻ റീസെന്റ് ഓൺലൈൻ ക്ലാസ്. 71st electron question. Okay, now you people are remembering better. Okay. Katia question which was not proposed by Dalton. Foundation level question, right? Not proposed by Dalton. Katia question. ഒരു ഹൈഡ്രോകാർബണിന്റെ ആണെങ്കിൽ ചെയ്തേക്കാം. ഈസി ആണല്ലേ? എന്തായാലും മോൾ കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കുക, അത്ര തന്നെ ഉദ്ദേശം. So there is an hydrocarbon CXHY. It gives XCO2 and 5/2 H2, right? How many grams of carbon dioxide? 88. So 88 divided by 44 moles. So moles of CO2. X 2. And here Y/2. Y/2 is moles of water. 9/18. So 0.5 mole. Then how many hydrogens are there? Y is equal to
ഇത് y by 2 ആണ് അല്ലേ? അപ്പൊ ഹൈഡ്രജൻ എത്രയാ? ഒന്നല്ലേ? So y is equal to 2 into 0.5. 1 mole. So 2 moles of carbon dioxide, 2 moles. Therefore carbon also how many moles? 2 moles only, CX, right? So we have C2H1 in short. What we have? C2H1. Y is 1. So 12 into 2, 24 grams. Hydrogen 1 into 1, 1 gram, right? So total makes how much? 25 gram, as they said, 25. 2 moles of carbon. So 2 into 12, 24. This is 1. Right. Average mass of chlorine. Other 35.5, 3:1 ratio. 35 is abundant. Right. പക്ഷെ അത് ചെയ്യേണ്ട രീതി അറിയില്ലേ? മെമ്മറൈസ്ഡ് ആണല്ലോ. ചെയ്യുന്ന ഒരു രീതിയുണ്ട്. Chlorine 35 is to chlorine 37 ratio we require, right? അതൊന്ന് നിർത്തിയേ, കുറച്ച് വല്ലാണ്ട് ഫ്രീസ് ആവേണ്ട ഒരു സംശയമുണ്ട്. മൂക്കൊക്കെ അല്ല, ഇതിന്റെ മാഷിന്റെ ഹെൽത്ത് കേടായി അറിയാലോ, നിങ്ങൾക്കൊക്കെയാണ് പണി. നിങ്ങക്ക് പിന്നെ ഈ കിട്ടുന്ന മാർക്കും കുറയും. അങ്ങനെ അല്ലാണ്ട് എന്റെ ആരോഗ്യമല്ല. ഓക്കെ, ഞാൻ നേരത്തെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ റൈറ്റ്. എന്തെങ്കിലും ആട്ടെ, ഈ റേഷ്യോ കണ്ടെത്തണം. ആവറേജ് മാസ് ഈസ് ഗിവൺ ഹൗ മച്ച്? Average mass is given 35.5. Average how I get? Average കിട്ടണമെങ്കിൽ 2, 3 എത്ര കൊടുത്തിരിക്കണം, എല്ലാത്തിന്റെയും ആഡ് ചെയ്തിട്ട് വേണം ഡിവൈഡ് ബൈ, റൈറ്റ്? അങ്ങനെയാണല്ലോ ചെയ്യപ്പെടും വെയിറ്റഡ് ആവറേജ് എന്നൊക്കെ പറയണ പോലെ. So average mass is nothing but, I don't know how much is chlorine, so let's write some x, y, something, right? This is x, this is y, some ratio we have to find. So 35.5 is equal to, right here, this has mass 35. Okay, അപ്പോ വിചാരിച്ചു ഇതിന്റെ മാസ് വല്ല എക്സ് എന്തെങ്കിലും കൊടുത്തോ? മാസ് 35 കൊടുത്തു. നമ്പർ എത്ര നമുക്ക് അറിയില്ല, അപ്പൊ എക്സ് സംതിങ് വീക്ക്, റൈറ്റ്? മറ്റേതോ 37 100 റൈറ്റ്? പെർസെന്റേജ് മീൻസ് 100. Something is x, then other one should be what? 100 minus x. Divided by total എത്ര? 100, because percentage wise we have found, right? 35.5 average mass percentage. അപ്പൊ 100 ഇവൻ ഇത്രയുണ്ട്, അവൻ അത്രയുണ്ട്. അപ്പൊ ഇത് x ഗ്രാംസ് ആണ് വിചാരിക്കുക, x നമ്പർ ആണെന്ന് വിചാരിക്കുക. ആര്? നമ്മുടെ ക്ലോറിൻ 35. അപ്പൊ 35 x എണ്ണ ഉണ്ട്, ചിലപ്പോ 10 എണ്ണ ആയിരിക്കാം, 100 എണ്ണ, എത്രയെങ്കിലും ആയിരിക്കാം, 50 എണ്ണ ആയിരിക്കാം, ചിലപ്പോ 4 എണ്ണ ആയിരിക്കും, എത്രയെങ്കിലും ആവട്ടെ. അപ്പൊ മാസ് എത്രയുണ്ട്? 35 into ആ എണ്ണം, റൈറ്റ്? അതേപോലെ മറ്റവൻ 100 എത്രയുണ്ട്? 100 മൈനസ് എക്സ് എണ്ണ ഉണ്ട്, എണ്ണം നമ്പേഴ്സ്. ഒരെണ്ണത്തിന് 37, അപ്പൊ ആ എണ്ണത്തിന് എത്ര ഇൻറ്റു ചെയ്തു. ഇതിനെ ഒരു തരം ആവറേജ് ആണ് ഇത്, വെയിറ്റഡ് ആവറേജ്. ഇത് സോൾവ് ചെയ്യാം. റൈറ്റ്? Two x is 150, x is 75. കിട്ടി? എന്നുവെച്ചാൽ 75% is what? Chlorine 35. So chlorine 35 is 75%. Automatically chlorine 37 is 25%. Hello, ഇവിടെ അപ്പൊ റേഷ്യോ എന്തായി മാറും? Yes, 75:25 means 3:1. Okay. ഓഫായിട്ടില്ലേ? You have given, like some drugs are there, some medicines are there, they just suppress the symptoms only. We are okay for some time, but we have to remove the cause. Cause is that actually, that you didn't do. ആക്കിയുടെ ഓഫ് ആക്കി തൽക്കുന്നു കുറച്ച്. ഭാഗ്യം ഡോക്ടറെ ആയി മാറിയില്ല. അതന്നെ, കാരണം ഇങ്ങനെ ആയി മാറും.
അല്ല കാശ് കുറെ സമ്പാദിക്കണം, കാരണം ആള് പിന്നെയും രോഗിയായിട്ട് പിന്നെയും വരല്ലോ. അടുത്തത് ഒരു വളിപ്പ ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്പർ ഓഫ് വേവ്സ് മെയ്ഡ് ബൈ an electron in one complete revolution of fourth orbit. 4 only. First orbit 1 wave, second orbit അതിൽ 2πr n lambda. അത് ആവശ്യമില്ല. ഇത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി. ബട്ട് അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു തവണ കൂടി ഇന്ന് ഇങ്ങനത്തെ ഒരെണ്ണം ചെയ്യാം. അന്ന് ഇങ്ങനത്തെ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താ അറിയില്ല, ഇല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഇങ്ങനത്തെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. സെയിം തന്നെയാ. ഓ എനിക്ക് നമ്പർ ഒന്നും ഓർമ്മയില്ല കേട്ടോ. ഓക്കെ, എന്തായാലും നിങ്ങക്ക് ഭയങ്കര സഡൻ ഇൻക്രീസ് എവിടെ ഈ 3658 to 2502. കറക്റ്റ്. ലാർജ് ചേഞ്ച് there, സഡൻ ഇൻക്രീസ്. ഓ അത് സെയിം തന്നെയായിരുന്നു അല്ലേ. ഓക്കെ, സോ ഹിയർ ലാർജ് ഗ്യാപ്പ്, sudden increase, right? So that shows after removing first, second, third electron, yeah, it gets stabilized. So after removing 3 electrons, stable electronic, after removing 3 electrons, IE1, IE2, IE3, a stable electronic configuration is achieved. ഇനി അടുത്ത എക്സാമിൽ ഇങ്ങനത്തെ ഭാഗ്യം ഉണ്ടായാൽ മതി, നമ്മൾ പറഞ്ഞു. ഓക്കെ, പക്ഷെ നിങ്ങൾക്കൊക്കെ അത് അതേപോലെ ഓർമ്മയുണ്ടല്ലോ. എനിക്കാണെങ്കിൽ പിന്നെയും ചെയ്യണം, ഒന്നും എനിക്ക് ഓർമ്മ നിൽക്കില്ല. നിങ്ങളൊക്കെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ കാണുമ്പോ തന്നെ ഇതത് എന്ന് പറയുന്നുണ്ട്. ഗ്രേറ്റ്. റൈറ്റ്. എവിടെയോ എന്നാ ഭയങ്കര മെമ്മറി എനിക്കുണ്ട് ചില കാര്യത്തിൽ, എന്നാ എവിടെയോ മെമ്മറി ചില സമയത്ത് തീരെ ഇല്ല. രണ്ടും കൂടി സഫർ ചെയ്യുന്നുണ്ട്. എനിക്ക് എത്ര കൊല്ലം മുമ്പല്ല ചില ഇത് ഓർമ്മയുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ചിലത് ഓർമ്മ നിൽക്കില്ല. ഓക്കെ, ഞാൻ ഇരുന്ന് വീണ്ടും യെസ് കറക്റ്റ്. So after removing 3 electrons, a stable electronic configuration is achieved. So it's a system like aluminum type system, right? Boron type system, something like that. So yeah, group 13 element. So if example aluminum was taken 283, after removing 3 electrons, means IE1, IE2, IE3, which configuration achieved? Octet. Because octet was achieved here, large gap in IE, right? Because stable configuration achieved. നിങ്ങൾക്കറിയോ എന്നൊക്കെ സീനിയേഴ്സ് റാഗ് ചെയ്തപ്പോഴേ MSc മറ്റേ നീയൊക്കെ എങ്ങനെയാണ് കെമിസ്ട്രി പഠിക്കാന്ന് അവർ പറഞ്ഞു. അവർ ഓരോന്ന് പറയും, ഞാൻ മറക്കും ചെയ്യും. രണ്ടിന്റെ അവർ ഓരോ ജാതി വായിലുള്ളത് പേരും പറയും, എന്നിട്ട് അത് മറക്കും. എന്നിട്ട് നീയൊക്കെ എങ്ങനെയാണ് കെമിസ്ട്രി പഠിക്കാന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു. അവസാനം ഞാനിരുന്നു ഫസ്റ്റ് ഇത് എക്സാം വന്നപ്പോൾ ടോപ്പറായി വന്നേ. അപ്പൊ അവര് ഈ സീനിയേഴ്സ് തന്നെ വന്ന് എന്റെ റൂമിൽ വന്നിട്ടുണ്ട്. ഞാനവിടെ മലയാളികളുടെ അഭിമാനം, കാരണം ഒറ്റ മലയാളി അതിന് മുമ്പ് എല്ലാ തെലുങ്കരാണ് ഫസ്റ്റ് റാങ്ക്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെയൊക്കെ വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, ഇത് റാങ്കിങ് കഴിഞ്ഞോട്ടോ, പിന്നെ കാണിച്ചു തരാന്ന രീതിയിലാണ്. എന്തോ പറഞ്ഞു പോട്ടെ. പക്ഷെ ശരിയാ, ചിലത് എനിക്കിങ്ങനെ ഭയങ്കര ചില സമയത്ത് ഭയങ്കര വീക്ക് മെമ്മറിയാ. ഈ ക്വസ്റ്റ്യൻ പകുതിയാണല്ലോ നിക്കണം, എന്താ അങ്ങനെ? ശരി, പകുതി മുറിക്കാം. ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, ഐ ഹോപ്പ് സോ. അറ്റോമിക് സ്ട്രക്ചറിലെ റേഡിയൽ പ്രോബിലിറ്റിയുടെ ഒക്കെ ഗ്രാഫിന്റെ ഇത് ഈസി തന്നെയാണ്. ഡിഷ് സൈസ് റേഡിയൽ പ്രോബിലിറ്റി അല്ല, ആംപ്ലിറ്റ്യൂഡ്, റൈറ്റ്? വരും ഇനി വരും. ആയിട്ടില്ല. കണ്ടോ, ഇവിടെ വേണമെങ്കിൽ ഇടാം. ഇപ്പോഴാണ് കണ്ണില് പെട്ടല്ലേ. ഹലോ, ഇവിടെ വേവ് ഫംഗ്ഷൻ ആണ്, സൈ ആണ്. സൈ സ്ക്വയറും അല്ല, ഡിയും അല്ല.
D ഓർമ്മയുണ്ടോ? റേഡിയൽ പ്രോബിലിറ്റി 4/3 pi r cube വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയത് അത് D ആയിരുന്നു. 4 pi r square psi square dr റേഡിയൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അത് D. അതിലെല്ലാ ഗ്രാഫും മുകളിലാണ്. ഏറ്റവും ഈസിയാ. പീക്ക് 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 പീക്ക്, ചെറിയ പീക്ക് വലിയ പീക്ക് അങ്ങനെ പഠിച്ചാൽ മതി. ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. സോ psi 1s, 1sന്റെ ഗ്രാഫ് അന്ന് ഞാൻ പറഞ്ഞിരുന്നു. 1sന്റെ നേച്ചർ എന്താ? 1s is like this, spherically symmetric അല്ലേ? ന്യൂക്ലിയസിന്റെ അടുത്തും psi ആംപ്ലിറ്റ്യൂഡ് ഈസ് മോർ, റൈറ്റ്? അപ്പൊ മോളിന് തുടങ്ങണം ആംപ്ലിറ്റ്യൂഡ്, പിന്നെ എന്താണ് കുറഞ്ഞു കുറഞ്ഞു വരണം. ആംപ്ലിറ്റ്യൂഡ് ഈസ് മോർ, റൈറ്റ്? പ്രോബിലിറ്റി. So that was there for psi 1s. No node. Radial node is what? In a radial node കണ്ടെത്തുക n minus l minus 1. സാവ്യ ഓർമ്മയില്ലെങ്കിൽ പഠിക്കുന്നത് n minus l minus 1. So 1s we have radial node 1 minus l value for s. Fatapat 0 0. പിന്നൊരു കാര്യം, s ന്റെ l value ഓർക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. 0 s ഷേപ്സ് ഒക്കെ ഇങ്ങനെ ഏകദേശം ഓക്കെ അങ്ങനെ ഓർക്കുക. അത് അത്രയും തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടെ ഈ പറയണത്. അതിൽ നല്ല സാവിനല്ല ഓർമ്മയില്ലാത്തവരോട് പറഞ്ഞ അങ്ങനെ ഉണ്ടെങ്കിൽ ഓർക്കണം. സ്പെരിക്കൽ ഓക്കെ. സാവിയോ ഭയങ്കര ജിക്യു ഒക്കെ ഉള്ള ആളാണ്. ഓക്കെ. ഇല്ല, സാവി ഭയങ്കര ബ്രെയിനുള്ള ആളാണ്. പിന്നെ പഠിക്കാത്തതുകൊണ്ടല്ല കുഴപ്പമില്ല. ഫോർ 2s റേഡിയൽ നോഡ് എന്താണ്? 2sന് 1 2 minus 0 minus 1. For s the number of radial nodes is equal to n minus 1 കാരണം l value is 0. Okay. So in this case ഇങ്ങനെ പോയി ഗ്രാഫ് പോയി ഒരു നോഡ് വന്നു. When it is node means you know the shape. ഇങ്ങനെ എഴുതി പിന്നെ ഒരു ഗ്യാപ്പ് ആണ്, അതാണ് നോഡ്. There is a gap, right? A space where electron amplitude is 0. ഇലക്ട്രോൺ കണ്ടാലേ ആംപ്ലിറ്റ്യൂഡും ഉണ്ടാവുള്ളൂ, ഇലക്ട്രോൺ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്ന നോഡ്. So amplitude here is 0. എന്തായാലും ഗ്രാഫൊക്കെ ഇങ്ങനെ പഠിക്കാം, അതിനൊന്നും വലിയ പ്രശ്നമില്ല. പ്രശ്നം വരുന്നത് ഇതൊക്കെ എന്താ എന്ന് ചോദിച്ച ഡിസ്കഷനിൽ ഇറങ്ങില്ലേ നമ്മൾ ആരെങ്കിലും ആയിട്ട്, അപ്പോഴാണ് പ്രോബ്ലം. അപ്പൊ അങ്ങനത്തെ നമുക്ക് ഇവിടെ പഠനം ആവശ്യമില്ലല്ലോ. ഈ 11th 12th ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പഠിച്ചാൽ മതി. പീപ്പിൾ ഹാവ് ക്വസ്റ്റ്യൻസ് വാട്ട് ആക്ച്വലി ഈസ് വേവിങ് എന്നുവെച്ചാൽ ഇലക്ട്രോൺ വേവ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. ഡി ബ്രോഗ്ലിയിൽ സ്റ്റാൻഡിങ് വേവ് കോൺസെപ്റ്റ് ആണ്, റൈറ്റ്? ആ സ്റ്റാൻഡിങ് വേവ് ആണോ? അന്ന് അതുമല്ല, റൈറ്റ്? സോ വാട്ട് ആക്ച്വലി ഈസ് വേവിങ് എന്നൊക്കെ ഇത് ഭയങ്കര ഒരു സബ്ജക്റ്റ് ആണ്, ഒരു ടോപ്പിക് ആണ്. ഒരു ദിവസം ഇരുന്നാണ് നിങ്ങൾക്കാർ ചിലർ പറയും ഇതിനെ കുറിച്ച്, പക്ഷെ എന്നിട്ടും നമുക്ക് ഓക്കെ അങ്ങനെ. ബട്ട് വി ക്യാൻ ലേൺ ലൈക്ക് ദിസ് ഇൻ എ മാത്തമാറ്റിക്കൽ വേ. ഇത് ഇങ്ങനെയാണെന്ന് പഠിച്ചു വെക്കാം യൂസിങ് സം ഫോർമുല. ദിസ് ഈസ് ദിസ്, ദാറ്റ് ഈസ് ദാറ്റ്. വാട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ഓക്കെ, അങ്ങനെ ഒരു ടോപ്പിക്. ഇനി ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഇങ്ങനെ വേവ് അങ്ങനെയാണോ? വേവ് ഒന്നും അല്ലാട്ടാ. അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ പറയാൻ ചിലപ്പോൾ പറയാം. അല്ലാണ്ട് ഇലക്ട്രോൺ ഇങ്ങനെ പോവാ ഒരു പാട്ടിക്ക്, ആ വേവ് ആണ് ഉദ്ദേശിക്കണം. അങ്ങനത്തെ ഒരു വേവ് ഒന്നും അല്ല, എന്തോ ഒരു വേവ് ആണ്. ഓക്കെ, ഇറ്റ്സ് ആക്ച്വലി മാത്തമാറ്റിക്കലി ബേസ്ഡ് ഇലക്ട്രോൺ ഫൈൻഡിങ് ചാൻസിന്റെ ഒരു പ്രോബിലിറ്റി ഒക്കെ പറയില്ലേ, ഇതിന് അവര് ഒരു പേര് പറയും ഇത്തരം സൈന്. വേവ് ഫംഗ്ഷൻ നമ്മൾ ഈസി ആയിട്ട് ഇങ്ങനെ പറയുമെങ്കിലും ഈ വേവിന് ഒരു പേരുണ്ട്, പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ്. ആ രീതിയാണ് പറയുന്നത്. സാധാരണ ഈ വേവ് ആംപ്ലിറ്റ്യൂഡ് ഒന്നും പറയാൻ പറ്റില്ല. പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് ഇതൊരു മാത്തമാറ്റിക്കൽ വാല്യൂയുടെ ഒരു സംഭവമാണ്. ഇത് ഫസ്റ്റ് ഇയറിൽ പഠിപ്പിക്കും വേണം, എന്താ സ്ഥിതി. ഓക്കെ, റൈറ്റ്. ഓക്കെ ഓക്കെ, നോഡ് അല്ല, ഇതിനെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ്. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെയൊക്കെ എന്തിനാ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഒക്കെ ആർക്കും ഇവിടെ ചെയ്യേണ്ട കാര്യമല്ലേ. ഓക്കെ, ഇത് പഠിച്ചു വെക്കാൻ ക്വസ്റ്റ്യൻ ചെയ്യാം, നോ പ്രോബ്ലം. വി ക്യാൻ ഡു ക്വസ്റ്റ്യൻ, ബട്ട് വാട്ട് ഈസ് ദ മീനിങ് ഈസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ,
So this is node. This is node. The more you try to know, the more doubts you will get. Next. So this graph is for 2s. One copy evidence another match either. PQ1. PQ1. QK ഏതാ വരണേ? QK ഏതാ S ആണ്. QK 4 ശരിയാണ്. So PQ1 എഴുതി, Q4 എഴുതി. ഇനി RS അതൊക്കെ ഉണ്ടല്ലോ. Now പറഞ്ഞത് എന്താണ്? ഫസ്റ്റ് ഓപ്ഷനിലും ലാസ്റ്റ് ഓപ്ഷനിലും P1 Q4. അപ്പൊ RS നോക്കിയാൽ മതി, കാരണം അതിലാണ് ഡിഫറെന്റ്. ഓക്കെ ശരി. അപ്പൊ RS നോക്കാം. ത്രീ Pയിൽ എത്ര നോഡ് ഉണ്ട്? 3Pയിൽ എത്ര നോഡ് ഉണ്ട്? യെസ്, 1 node. N minus L minus 1. 3 minus L value is what? 1. So 1 node. ഇവിടുത്തെ പിക്ചർ ഒന്ന് നോക്കാം. ഇവിടെ എത്ര നോഡ് ഉണ്ട് ഈ പിക്ചറിൽ? 2 nodes. 2 nodes വരുമോ? പിന്നെ എന്താ സൈയിങ്? പിന്നെ എന്താണ് 1 node? ഇവിടെ എത്ര ഇതിന് വരുന്നു? സെക്കൻഡ്. പിന്നെ മാത്രല്ല, ഈ മോളിന് തുടങ്ങുന്ന സ്വഭാവം ആർക്കുള്ളത്? എസിനാണ്. അപ്പൊ അതെന്തായാലും വരില്ല. അപ്പൊ ഏതാണ്? ഇതേ വരുള്ളൂ, സെക്കൻഡ് ഓപ്ഷൻ. സോ ആർക്ക് 2 ആണ് വരിക. ബിക്കോസ് എക്സ്പോണൻഷ്യൽ ഡിക്രീസ് കർവ് ഈസ് ഫോർ എസ് ഓർബിറ്റൽ. റീസൺ പറഞ്ഞിരുന്നു. ദ ഷേപ്പ് ഓഫ് എസിന്റെ ഷേപ്പ് ആണ് അതിന് കാരണം. ഇവിടെ തന്നെ സൈ ആംപ്ലിറ്റ്യൂഡ് ഈസ് മോർ ഷേപ്പ്, റൈറ്റ്? The shape is like that. That's why it is in this way. As orbital are penetrating in nature. പല points ഉണ്ട് ഇതിൽ. Okay. ആ ബാക്കി ഇതൊക്കെയാണ് more penetration. Okay. Towards nucleus. R2. അപ്പൊ പിന്നെ ഏത് ഓപ്ഷൻ ആയിരിക്കും? R2. എന്താ? S എന്താണ്? S എന്തായിരുന്നു? ശരി, 3D. So 3 minus 2 minus 0 node. അപ്പൊ പിന്നെ 0 node ആണല്ലോ. No doubt in that. No doubt. So which option? ഇവിടെ നോഡ് ഇല്ല. ഓക്കെ, ഫോർത്ത് ഓപ്ഷൻ, റൈറ്റ്? R2S5. 3D has 0 node. 3 minus L value for this is 2. ഒറ്റ ഗ്രാഫ്. മോളിനല്ല തുടങ്ങുക. Not from the y-axis because it's not S, it's a D. Okay. ഏറ്റവും നല്ല പീക്സ് നമ്മുടെ D പ്രോബിലിറ്റി, അതാണ് കുറച്ചിങ്ങനെ കൂടി വരണം. ആകുമ്പോ എല്ലാം മോളിൽ കൂടെ ഇങ്ങനെ തുടങ്ങി പോവാം. മല വരച്ചു പോയാൽ മതി. അല്ലാണ്ട് ഇവിടെ കൂടെ വരയ്ക്കുക, ഇടയ്ക്കിടയ്ക്ക് അവിടെ കൂടെ വരയ്ക്കുക, അങ്ങനെയൊന്നുമില്ല. ഒരേ പാറ്റേൺ. റൈറ്റ്. ഓക്കെ, അടുത്തത് ശരിയായില്ല, സെറ്റായില്ല സാവിയോ? സെറ്റായി. നെക്സ്റ്റ്. ഓ, ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫോർമുല ബേസ്ഡ്, ഫോർമുല ഇല്ലാണ്ടും ചെയ്യാം, വേറെ പിന്നെ എഴുതേണ്ടി വരും. അതെ, സ്കൂൾസില് ഏറ്റവും പ്രശ്നമുള്ള ചില ടീച്ചർമാരിൽ ഒന്ന് ഈ കെമിസ്ട്രി ടീച്ചർമാരാണ്. പിന്നെ മാത്സ് ടീച്ചേഴ്സിനും പ്രശ്നമുണ്ട് പല സ്കൂൾസിലും. അല്ല, ഇത് കോമൺ ആണ്. മാത്സ് ടീച്ചർമാർക്ക് ആ സ്റ്റെപ്പ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ശരിയാണ്. കാരണം അവർ ഉദ്ദേശിക്കുന്നത് ബോർഡിൽ നിങ്ങളുടെ ഇപ്പൊ 4 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് മാർക്കിംഗ് കിട്ടും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതും കിട്ടില്ല. അപ്പൊ അതൊക്കെ ശരിക്കും തോൽക്കണതും കുറവ് മാർക്ക് കിട്ടുന്നവർക്ക് അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ആ സ്റ്റെപ്പ് എഴുതാൻ കെമിസ്ട്രി ടീച്ചർമാർക്ക് പ്രശ്നം, പകുതി ടീച്ചർമാർക്ക് കൊറേ കട്ട് ചെയ്ത് കുറെ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ആ അച്ചടി ഭാഷ പഠിക്കുന്ന ടൈപ്പ് ടീംസ് ആണ്. അങ്ങനെ വേണം, അങ്ങനെ വേണം, ഇങ്ങനെ ചില വ്രന്ദന്മാരുണ്ട് ചിലര്. അപ്പൊ അവിടെ പ്രശ്നമാണ്. നോട്ട് വേണം അവർക്ക്, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഒരു രക്ഷയില്ല. ഓക്കെ,
എന്നിട്ട് ഈ ജാതി ടീച്ചർമാരവിടെ പേപ്പർ ചെക്കിങ്ങിന് പോകും ചിലപ്പോ പോകും. എന്നിട്ട് അവരിങ്ങനെ ചെയ്യുമ്പോ അവിടുത്തെ പക്ഷെ അവിടെ ഇരിക്കുന്ന ആൾക്കാർ വിവരമുണ്ട് ഭാഗത്തിന് ഹെഡായിട്ടിരിക്കും, അസിസ്റ്റന്റ് ഇതും പറയും, പിന്നെ ഒരു സീനിയറും. അപ്പൊ അവര് ചില ഇത് പേപ്പർ വരുമ്പോ അവര് പറയും ഇവിടെ കൊടുത്തോണം മാർക്ക്, അല്ലെങ്കിൽ ഇത് ഓക്കെ തന്നെയാണ്, കുട്ടി ചിലപ്പോ വേറെ അറിവുണ്ടെന്ന്. ഈ കുട്ടികള് ചിലപ്പോ ഇങ്ങനെ വെറുതെ കാശുണ്ടാക്കുന്ന രീതിയിൽ എന്തൊക്കെയോ ചെയ്തു പോകും. ഓക്കെ, പറയേ ഇതെങ്ങനെ ചെയ്യും? ഡെൻസിറ്റി നമ്മുടെ ജിതേഷ് ഇവിടെ ഫോർമുല നമ്മൾ പഠിപ്പിച്ചിരുന്നു, അത് വെച്ച് ചെയ്യാം ഈസിലി. എന്തായിരുന്നു? മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 1000 M. ഇവിടെ അവിടെ MMB മഹാ. ചോട്ടായം ബടായം മുള്ളന്നുണ്ട്. ഓക്കെ, റൈറ്റ്. എത്രയാ? മൊളാലിറ്റി ഓഫ് 3.3 1000 into and what is the molar? അതാണല്ലോ കണ്ടെത്തുന്നത്. Why 1000 D എത്രയാ? 1200 minus M molecular weight of KCl 74.5 plus 35.5 10 9 and ഇവിടെ 1 എത്ര കിട്ടി? 111. ക്ലോറിൻ 30. ഞാൻ 74. ഇവർ തന്നിട്ടുണ്ട്. പൊട്ടാഷ്യം 39. അത് രണ്ടും കൂട്ടി 74.5. 39 ആണ്. കേടെ I was just adding this also. K is what? 39. അപ്പൊ 74.5 കിട്ടും. ഇത്ര വാല്യൂ പറഞ്ഞു. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്ത എത്ര കിട്ടി? ഇതാണല്ലോ കിട്ടാണ്ടിരുന്നത്. ഓക്കെ, എത്ര കിട്ടി നിങ്ങൾ സോൾവ് ചെയ്തപ്പോ? 3. Hope so that may be correct then. നോക്കാം, 3 തന്നെയാണ് കേട്ടോ. വെരി ഗുഡ്, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ശരി, എത്ര കിട്ടി നിങ്ങക്ക്? ഓക്കെ, ശരിയാണ്, കറക്റ്റ്. അല്ല, ഇത് ബോർഡ് എക്സാമിന് വന്ന് ഇങ്ങനെ ഫോർമുല എഴുതാൻ പാടുമോ? പറ്റില്ലല്ലോ. ബോർഡ് എക്സാമിന് ഉണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. സൊല്യൂഷൻ ചാപ്റ്ററിലുണ്ട്, സൊല്യൂഷൻസിലുണ്ട്. സൊല്യൂഷൻസിൽ മൊളാലിറ്റി സൊല്യൂഷൻ ചാപ്റ്ററിലുണ്ട്. ഹലോ, that time you have to write in some steps. Step by step. And then like, what is the meaning of molality? Like, what is the meaning of molality? Or you will have mostly question molality എന്തായിരിക്കും molality കണ്ടെത്തുക. ഇതേ സാധനം തന്നെയാണ്. What is this denominator in one way representing? Density into mass, density, mass by volume. So volume into density. Volume into density represents mass of solution. അപ്പൊ നിങ്ങൾക്ക് ആ ഡെൻസിറ്റി വെച്ച് ഇവിടെ 1.20 gram per ml, molarity എടുക്കുമ്പോൾ 1 liter ആണ്, അപ്പൊ 1000 ml. So what is the mass of solution? Into G2. So this represents mass of solution. This area will represent somehow mass of solute. So what you are overall getting is some sort of mass of solvent. അങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് എഴുതി കാണിച്ചാൽ മതി, പിന്നെ അതിലേക്ക് എത്തിക്കാം. റൈറ്റ്, പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇത് ഉണ്ടല്ലോ, ഒരു മൂലയ്ക്ക് ഇങ്ങനെ ചെയ്ത് ഇത് ആൻസർ കണ്ടെത്തിക്കോ, പിന്നെ ബാക്കി സ്റ്റെപ്പ് ആക്കി കാണിച്ചാൽ മതി. ഓക്കെ, ഇതിൽ നിന്ന് തന്നെ സ്റ്റെപ്പ് ഉണ്ടാക്കി. മാസ് ഓഫ് സൊല്യൂഷൻ മൈനസ് മാസ് ഓഫ് സൊല്യൂട്ട്. ഇപ്പൊ molarity means what? Suppose they wrote 0.5 moles per liter. So in 1 liter of solution 0.5 moles are there. If they say KCl is present, then 0.5 into 74.5, that gives moles of KCl. Mass of KCl, right? Adani eldhirikana molarity into idannu. So once you get solutions mass, once you get mass of solute, subtract the mass of solvent. What you require for molality? Mass of solvent. That's in denominator. That's all. Adanna step ഒറ്റടിക്ക് പറഞ്ഞു. പക്ഷെ അവിടെ അങ്ങനെ കാണിക്കണമെന്ന് മാത്രം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്.
അതെനിക്കും ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ല, നേരത്തെ എഴുതിയാണ്ടപ്പോ. ഓക്കെ, സോ പ്രോട്ടീൻ അടിപൊളി ഒരു പ്രോട്ടീൻ. കഴിക്കാനല്ല, ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ, പ്രോട്ടീൻ, വേ പ്രോട്ടീൻ കഴിക്കാം, നോ പ്രോബ്ലം. സെവിയോ, optimum nutrition, gold standard. A protein A contains 0.3% of glycine. Cheap type of amino acid എന്നാണ് അവർ പറയുക. ഇത് ടൗറിൻ ആൻഡ് ഗ്ലൈസിൻസ് ഈ അമിനോ കണ്ടന്റ് പ്രോട്ടീനിലെ കാണിക്കാൻ വേണ്ടിയിട്ട് ചില ഫുഡ് പ്രൊഡക്ട്സിൽ ആഡ് ചെയ്യുന്നതാണ് ചിലത്. സം അതർ ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ് ആണ് കൂടുതൽ വാല്യൂബിൾ പ്രോട്ടീൻസ്. ബോഡി ബിൽഡിങ്ങിന്റെ കേസിലാണ് പറഞ്ഞത്. ഓക്കെ, ദീസ് ആർ കൺസിഡേർഡ് ലോ ലെവൽ പ്രോട്ടീൻസ്. നയനയാ അച്ഛാ ഇവിടെ. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പൊ വെറുതെ കുറെ നൈട്രജൻ കണ്ടന്റ് പ്രോട്ടീൻ എന്ന് വിചാരിച്ചിട്ടും വിചാരിക്കണ്ട. ചിലപ്പോ അതിൽ അടങ്ങിയിരിക്കുന്ന ചില അമിനോ ആസിഡ്സിനും പ്രത്യേകതകൾ വേണം. റൈറ്റ്, എസെൻഷ്യൽ ഒക്കെ ഉണ്ടോ അതൊന്നും നോക്കണം. BCAA ഭയങ്കര മാർക്കറ്റിംഗ് ആ. BCAA ബോഡി ബിൽഡിംഗ് പ്രോട്ടീൻ പൗഡേഴ്സ്. കാരണം എന്താ, ദേ ആർ ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ്, ദേ ആർ മോർ കൺസിഡേർഡ്. ഓക്കെ, say protein A contains 0.3% of glycine. Glycine എന്ന് വെച്ചാൽ 100 ആകെ കൂടി 0.3 gram. 100 എത്ര ഉണ്ട്? 100 ഗ്രാം പ്രോട്ടീനിൽ എത്ര ഉണ്ടെന്ന്? 0.3 ആരുണ്ടെന്ന്? ഗ്ലൈസിൻ. അങ്ങനെയാണെങ്കിൽ മോളിക്കുലർ വെയിറ്റ് ഓഫ് പ്രോട്ടീൻ, സം മിനിമം മാസ് ഓഫ് പ്രോട്ടീൻ മോളിക്കുലർ വെയിറ്റ്, അതിൽ എത്ര ഗ്ലൈസിൻ ഉണ്ട് പറയാൻ പറ്റുമോ? തന്നിട്ട് ക്വസ്റ്റ്യൻ 75. മോളിക്കുലർ വെയിറ്റ് എത്രയാ? 75. റേഷ്യോ റിമെയിൻ സെയിം, റൈറ്റ്? സോ ഹിയർ 75 gram of glycine. ക്വസ്റ്റ്യനിൽ തന്നിട്ട് മോളിക്കുലർ വെയിറ്റ് 100 0.3, അവിടെ 75 മോളിക്കുലർ വെയിറ്റ് ആയിരിക്കും. റേഷ്യോ വിൽ ബി ദ സെയിം. സോ മോളിക്കുലർ വെയിറ്റ് ഈസ് ഓഫ് പ്രോട്ടീൻ ഈസ് ഈക്വൽ ടു, ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലാസ്സില്. ഹീമോഗ്ലോബിൻ, പെറോക്സിഡേസ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ബേസിക് കോൺസെപ്റ്റ് പഠിപ്പിക്കുന്നു. ബൈ 0.3, 10 അങ്ങോട്ട് പോയി 25, അത്ര കിട്ടി 25000. അത്രയും ഗ്രാം പെർ മോൾ. 25. ഓക്കെ, 25 should be the answer. ഇത് കിട്ടിയവർ എത്ര പേര്? അയ്യോ, ഇത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അന്ന് ക്ലാസ്സിൽ ചെയ്തതാ. ഇത് സിമ്പിൾ മാത്സ് ആയിരുന്നു. 100ൽ ഇത്ര ഉണ്ടെങ്കിൽ 75 വേണമെങ്കിൽ എത്ര വേണം? ബേസിക് മാത്സ്. നിക്ക ഇതില് അവര് അറിയാണ്ടൊരു ഇവിടെ ഒരു MOT ഒക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടല്ലോ. അതെന്തിനാ ചോദിച്ചത്? അതിന് പകരം ഞാൻ ആ ഈൽഡിന്റെ ഇപ്പൊ പറഞ്ഞല്ലോ. ഓ, അതാണ് ഇത്ര ക്ഷീണം ഇപ്പൊ തന്നെ. ഓക്കെ, methylation of 10 gram of benzene, NG. Okay, some CS3Cl anhydrous AlCl3 ഇതൊന്നും ആവശ്യമില്ല, എഴുതേണ്ട ആവശ്യമില്ല. എന്നാലും ഓർത്തോ, ഏത് റിയാക്ഷന്റെ പേരെന്താ? ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി. So this reaction is taking place. Benzene's molar mass 78 gram per mole. So 78 gram benzene gives 92 gram toluene. 92 gram is 1 mole of toluene. This is 1 mole of benzene. Means 7.8 gives how many grams? 7.8 gives how much? 9.2 grams. They are asking percentage yield of what? Toluene, right? So 7.8 grams gives 9.2 grams. And here they have taken how many grams? 10 grams of benzene. 10 grams of benzene gives 9.2. 7.8 by 10 into we can do, but otherwise still, what is percentage yield? Actual yield by theoretical yield. So here 1 gram of benzene gives how many grams of toluene? 9.2 by 7.8. Okay, of toluene. And here 1 gram of benzene gives how many grams? 9.2 by
10 grams of toluene. Now this is our theoretical yield. Which yield? Theoretical. എന്ന് വെച്ചാൽ പേപ്പറിൽ നമ്മൾ ഇങ്ങനെയാണ് വിചാരിച്ചത്, ഇങ്ങനെയാണ് വരേണ്ടതെന്ന് വിചാരിച്ചത്. പക്ഷെ അത്ര റിയാക്ഷൻ നടക്കണമെന്നില്ല. ആൻഡ് ദിസ് വാസ് അവർ ആക്ച്വൽ yield. കുറച്ച് കുറവാണ് ആക്ച്വൽ yield അല്ലേ? നമ്മൾ ഉദ്ദേശിച്ചത് ഇത്ര വരും, പക്ഷെ വന്നത് ഇത്രയാണ്. സോ പെർസെന്റേജ് yield is actual yield by theoretical yield into 100. എനിക്ക് വേറൊരു രീതിയിൽ വേണം ചെയ്യാം, 7.8/10 നേരിട്ട്, പക്ഷെ അതിലേക്ക് ആ ഒരു ഫോർമുലയിലേക്ക് എത്തണില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണം. കുറച്ചും കൂടി നിങ്ങൾക്ക് ഇതാണ് എളുപ്പം, ആ ഒരു ലോജിക് കിട്ടാം. ആക്ച്വൽ yield ബൈ തിയറിറ്റിക്കൽ yield. നമ്മൾ ഉദ്ദേശിച്ച yield കിട്ടിയത് എത്ര, റൈറ്റ്? കിട്ടിയതാണ് നമ്മുടെ ഇത് ആക്ച്വൽ, ഉദ്ദേശിച്ചത് എത്രയാ? തിയറിറ്റിക്കൽ, റൈറ്റ്? ഇതിന്റെ റേഷ്യോ ആക്ച്വലും തിയറിറ്റിക്കലും ഈക്വൽ ആയിരുന്നെങ്കിലോ 100%, 100 സെയിം വാല്യൂ മീൻസ് 100%. പക്ഷെ സെയിം അല്ല ഇവിടെ. ആക്ച്വൽ എത്രയാ? 9.2/10. മറ്റേതോ തിയറിറ്റിക്കൽ എത്രയാ? 9.2/70. ന്യൂമറേറ്റർ ഈസ് ലെസ്, ഡിനോമിനേറ്റർ ലാർജ്. 7.8/78. യെസ്, 78. കണ്ടോ, പെർസെന്റേജ് yield വളരെ കുറവാണ്, 100% അല്ല. രണ്ടും സെയിം വാല്യൂ ആണെങ്കിലോ ആക്ച്വൽ ആൻഡ് തിയറിറ്റിക്കൽ 100%. ഇതാണ് അതെ. അപ്പൊ ഈ yield ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചില കൊല്ലങ്ങളിൽ 2000-ല് ജെയുടെ ഫേവറേറ്റ് ആയി മാറിയിരുന്നു. ഓർഗാനിക് കെമിസ്ട്രിയിലാണ് ചോദിച്ചിരുന്നത് കുറെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. മോൾ കോൺസെപ്റ്റ് വേണം, പക്ഷെ ഓർഗാനിക് കെമിസ്ട്രിയുടെ പല റിയാക്ഷൻ അറിയും വേണം. yield ചില ക്വസ്റ്റ്യൻ എപ്പോഴാണ് ഡേഞ്ചറസ് ആവുക അറിയോ? ഒരു റിയാക്ഷൻ, 2 റിയാക്ഷൻ, അല്ലെങ്കിൽ പിന്നെ 3 റിയാക്ഷൻ, അല്ലെങ്കിൽ 2 റിയാക്ഷൻ എന്ന് വിചാരിച്ചോ. അവിടെ 40% yield, പിന്നെ ഇവിടെ ഇത്ര ശതമാനം yield. അപ്പൊ ഓരോ തവണ അങ്ങനെ ഉണ്ട് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതൊക്കെ ചെയ്യേണ്ടി വരും. മോൾ കോൺസെപ്റ്റ് നന്നായി പഠിക്കുക, കാരണം അവിടെ ചെയ്യണമെങ്കിലും. ആരെ കാണാൻ തന്നെ? ഈ കൊച്ചിനെ കാണാൻ വേഗം. Right, we will stop for today. Welcome. Leave. Once done means. Class over.